കേടായി അലക്കാൻ പറ്റാതെ ഇതേപോലെ ഇരുന്നേച്ച വാഷിംഗ് മെഷീൻ അലക്കാവുന്ന രീതിയിലായിട്ട് സൂപ്പറായിട്ട് നമുക്ക് തന്നെ ഇങ്ങനെ നന്നാക്കി എടുക്കണത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത്. വാഷിംഗ് മെഷീൻ കുറച്ചാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റോളർ കംപ്ലൈൻ്റ് ആയി പോകും. 2 റോളറാണ് ഇതിലുള്ളത്. അതിലൊരു റോളർ പൊട്ടിപ്പോവുകയാണ് ചെയ്തത്. ആ റോളർ എങ്ങനെയാണ് നമ്മൾ പുതിയത് അതിലേക്കിട്ട് റിപ്പയർ ചെയ്തെടുക്കുന്നതെന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോണത്. ആദ്യം തന്നെ റോളർ ഊരിയെടുക്കണമെന്നുണ്ടെങ്കിൽ ആ പ്ലേറ്റിംഗ് ആട് ഊരിയെടുക്കണം. പ്ലേറ്റ് അഴിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ ഒരു ബോൾട്ട് ഉണ്ട്. ഈ ബോൾട്ട് ഒരു കവർ ഇട്ടായിരിക്കും നമ്മൾ മൂടിയിട്ടേക്കണം. അപ്പോൾ ആദ്യം തന്നെ ആ കവർ തിക്കി ഇങ്ങോട്ട് എടുക്കണം. അത് പ്രസ് ചെയ്ത് എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഒരു ബോൾട്ട് ഉണ്ടാവും. ഈ ബോൾട്ട് പ്ലെയർ അല്ലെങ്കിൽ റിംഗ് സ്പാനർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിങ്ങോട്ട് അഴിച്ചെടുക്കാവുന്നതാണ്. അഴിച്ചെടുത്ത് ഈ പ്ലേറ്റ് മൊത്തത്തിൽ നമ്മളിങ്ങോട്ട് അഴിച്ചെടുക്കണം. അപ്പോൾ അതിനുള്ളിൽ ഒരുപാട് അഴുക്കൊക്കെ നമുക്ക് കാണും. അതൊക്കെ നമുക്ക് അഴിക്കളയേണ്ടതാണ് കേട്ടോ. അവിടെ ഈ പ്ലേറ്റ് ഇങ്ങോട്ട് അഴിച്ചെടുത്തിട്ട് ഈ റോളർ ഫിറ്റ് ചെയ്തേക്കണ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഗാഡിയുണ്ട്, അത് നമ്മൾ അഴിച്ചെടുക്കണം കേട്ടോ. സ്ക്രൂ ഡ്രൈവർ വെച്ച് അഴിച്ചെടുക്കണം. അഴിച്ചെടുത്തിട്ട് ഈ റോളറുമായിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ സാധനങ്ങൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇതിൻ്റെയൊക്കെ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ പോയി ഈ റോളർ കാണിച്ചിട്ട് ഏത് വാഷിംഗ് മെഷീനാണെന്ന് വെച്ചാൽ കമ്പനിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റോളർ വരും. നിസ്സാര പൈസ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞ തവണ വാങ്ങിച്ച ഒരു റോളർ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അതുകൊണ്ട് ഞാൻ ഇത്തവണ കടയിൽ പോയി വാങ്ങിക്കേണ്ടി വന്നില്ല. അപ്പോൾ ഈ റോളർ നമ്മൾ അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം. ഒരുപാട് അഴുക്കുണ്ടാവും, ഇഷ്ടംപോലെ അഴുക്കുണ്ടാവും. അതിനുശേഷം ഉള്ളിലുള്ള ആ ഭാഗത്തും നന്നായിട്ട് അഴുക്കുണ്ടാവും. അതൊക്കെ നമ്മൾ ബ്രഷ് വെച്ച് നേരെ വെള്ളമൊക്കെ ഉപയോഗിച്ച് തുടച്ചും കഴുകിയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇത് എങ്ങനെയാണ് നമ്മൾ അഴിച്ചെടുത്തത് അതേപോലെ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് ഇത് നമുക്ക് തന്നെ നന്നാക്കി എടുക്കാൻ പറ്റും. ഒരാളുടെ സഹായം വേണ്ട, ഒരാളെയും വിളിക്കുകയും വേണ്ട. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ?